ഓക്കെ, നമ്മളുടെ ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ NCERT പ്രോബ്ലംസ് ആണ്. ശ്രദ്ധിക്കാം. പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് വൂൾ ഈസ് ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ്. ഒരു പോളിത്തീൻ പീസിൻ്റെ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോയെന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ചാർജിൻ്റെ ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി അനുസരിച്ച് Q is equal to NE ആണ്. ദെയർഫോർ നമ്പർ ഓഫ് ചാർജസ് ആണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ദെയർഫോർ N is equal to Q/E ആണ്. Q നമുക്ക് തന്നിട്ടുണ്ട്. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജ് ആണ്. ദെയർഫോർ എന്ത് വന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകുന്നത് കൊണ്ട് തന്നെ, ഇലക്ട്രോൺസിന് മാസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മാസ് ട്രാൻസ്ഫറും നടക്കുന്നുണ്ട് എന്നാണ് അതിൽ ആൻസർ. വാട്ട് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഹാവിങ് ചാർജസ് ഓഫ് രണ്ട് ചാർജസ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അതിൻ്റെ ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2/r² ആണ്. 1/4πε0യുടെ വാല്യൂ 9 × 10⁹ ആണ്. ഇൻറ്റു Q1 എന്ന് പറയുന്നത് 2 × 10⁻⁷, Q2 എന്ന് പറയുന്നത് 3 × 10⁻⁷ ആണ്. ഡിവൈഡഡ് ബൈ 30 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ 0.3² കൊടുത്തു, ആൻസർ കിട്ടി. ഇനി an oil drop of 12 excess electrons is held stationary under a electric field തന്നിട്ടുണ്ട്. മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. G നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ചാർജും തന്നിട്ടുണ്ട്. നമുക്കറിയാം Q is equal to NE ആണ്. അപ്പോൾ N 12 ഇലക്ട്രോൺസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെയർഫോർ Q ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 12 ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിട്ടുള്ള 1.6 × 10⁻⁹ കൂളംബ്. ദെയർഫോർ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് തന്നിരിക്കുന്നത് 2.55 × 10⁴ ആണ്. നമുക്കറിയാം മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ദെർഫോർ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഇത് സ്ഫിയർ ആണ്. ഓയിൽ ഡ്രോപ്പ് സ്ഫിയറിൻ്റെ ഷേപ്പിലായതുകൊണ്ട് സ്ഫിയറിൻ്റെ വോളിയം ആയിട്ടുള്ള M is equal to 4/3πr³ റോ എന്ന് കൊടുക്കാം മാസിന് പകരം. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 1.26 × 10⁻³ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഓയിൽ ഡ്രോപ്പ് സ്റ്റേഷനറി ആവുകയാണെങ്കിൽ, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്. അതായത് അതുമേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും, ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ അതുമേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡും ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡിന് പകരം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, Q × E അല്ലെങ്കിൽ E × Q ഉണ്ട്, ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. ആ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് EQ is equal to mgക്ക് പകരം 4/3πr³ റോ ഇൻറ്റു G എന്ന് കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസിനെ അവിടെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് R is equal to ഒരു ഇക്വേഷൻ കിട്ടി. അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പോയിൻ്റ് ചാർജസ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ AB ജോയിനിങ് ദ 2 ചാർജസ്. അതായത് AB എന്ന് പറയുന്ന 2 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 2 പോയിൻ്റ് ചാർജസ് ഉണ്ട്. 20 സെൻറ്റിമീറ്റർ ആണ്. ഈ ചാർജസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. AB എന്ന് പറയുന്ന പോയിന്റിൻ്റെ മിഡ് പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ദെയർഫോർ നമുക്കറിയാം, നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E is equal to EA + EB ആണ്. EA + EB എന്ന് പറയുന്നത് എന്താ, 1/4πε0 QA/OA² പ്ലസ് 1/4πε0 QB/OB². കാരണം ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഇരിക്കുന്നത് എയുടെയും ബിയുടെയും മിഡ് പോയിന്റിലാണ്. ഓക്കെ, ദെർഫോർ വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0ക്ക് പകരം 9 × 10⁻⁹ എന്ന് കൊടുത്തു. ഇൻറ്റു QA എന്ന് പറയുന്നത് 3 മൈക്രോ കുളമ്പാണ്. മൈക്രോ കുളമ്പിനെ കുളമ്പിലേക്ക് മാറ്റുമ്പോൾ 3 × 10⁻⁶ ഡിവൈഡഡ് ബൈ OA എന്ന് പറയുന്നത് 0.1 മീറ്റർ ആണ്. 0.1 മീറ്റർ എന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, 20 സെൻറ്റിമീറ്റർ ആണ്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ദെയർഫോർ എയുടെയും ബിയുടെയും മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 100 ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ 0.1² കിട്ടി. പ്ലസ് 9 × 10⁻⁹ ഇൻറ്റു
-3 മൈക്രോ കുളമ്പിൽ 3 × 10⁻⁶ ഡിവൈഡഡ് ബൈ 0.1. അത് രണ്ടും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുക അല്ലേ, മൈനസ് സൈൻ കൊടുക്കാറില്ലേ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ. Therefore, ഇക്വേഷൻ എന്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 5.4 × 10⁶ എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1.5 × 10⁻⁶ ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. O എന്ന് പറയുന്ന പോയിന്റിൽ ഈ നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ എന്താണ് ഫോഴ്സ് ഉണ്ടാവുക? നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q × E ആണ്. Q എന്ന് പറയുന്നത് 1.5 × 10⁻⁹ ആണ്. അപ്പോൾ അത് ഇൻറ്റു E എന്ന് കൊടുക്കുക. അപ്പോൾ 8.1 × 10⁻³ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജ് ഒരു സ്ക്വയർ ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ മുകളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. പോയിന്റ് ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മൈക്രോ കൂളമ്പാണ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം φ = Q/ε0 ആണ്. ഫൈ എന്ന് പറയുന്നത് ഇതൊരു ക്യൂബിൻ്റെ ഷേപ്പ്, അതായത് ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു ക്യൂബിൻ്റെ ഷേപ്പ് ആയിരിക്കും അല്ലേ. അതിൻ്റെ സെൻറ്ററിലാണ് ചാർജ് ഇരിക്കുന്നത്. ആ സെൻറ്ററിൽ നിന്ന് ആ 5 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ക്യൂബ്, ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യാം. 10 സെൻറ്റിമീറ്റർ ലെങ്ത്തല്ല 10 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൺ ഓഫ് ദ സ്ക്വയർ, അതായത് ഒരു ഫേസ്, ക്യൂബിൻ്റെ ഒരു ഫേസിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുക. അപ്പോൾ ഒരു ഫേസിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ക്യൂബിന് 6 ഫേസസ് ഉള്ളത് കൊണ്ട് സ്ക്വയറിൽ കൂടിയുള്ള ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? φ = Q/ε0/6 അല്ലേ. φ = Q/ε0 എന്നുള്ളത് ആ ക്യൂബിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഫേസ് കിട്ടുന്നുണ്ടോ, അതായത് ക്യൂബിൻ്റെ ഒരു ഫേസ് ആയിട്ടുള്ള സ്ക്വയറേ കിട്ടുന്നുണ്ടോ. അപ്പോൾ സ്ക്വയറിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് Q/4πε0/6 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് ഇത് NCERT ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിലത്തെ. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് 2013 ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. അതിൽ തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിരിക്കുന്നത്. നമുക്കറിയാം EA-യും EC-യുടെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സെയിം ആണ്. EB എന്ന് പറയുന്നതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറച്ച് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് അകലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? EB എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് EA-നെയും EC-നേക്കാളും കുറവാണെന്ന് നമുക്ക് കാണാം. ദെർഫോർ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള EA = EC ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ EB ലെസ് ദാൻ EA = EC ഗ്രേറ്റർ ദാൻ EB എന്ന് കിട്ടും നമുക്ക്. അടുത്തത് ട്രൂ ഓർ ഫോൾസ് ആണ് പറയുന്നത്. അതായത് ഗോസസ് തിയറം ഈസ് വാലിഡ് ഓൺലി ഫോർ സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അല്ല, സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലാതെ തന്നെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷന് നമുക്ക് ഗോസസ് തിയറം ഉപയോഗിക്കാം, കുഴപ്പമില്ല. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റഡ് ബൈ ഗോസസ് ലോ ഈസ് ഹെൽഡ് ഡ്യൂ ടു ചാർജസ് ഇൻസൈഡ് ദ ഗോസിയൻ സർഫസ്. ഇൻസൈഡ് ദ ഗോസിയൻ സർഫസ് അല്ല, ചാർജസ് ഉണ്ടെങ്കിൽ ആ ഗോസിയൻ സർഫസിലായിരിക്കും ചാർജസ്. ഒരു ബോഡീനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ചാർജസ് വിൽ റിസൈഡ് ഓൺലി ഓൺ ദ സർഫസ്. അപ്പോൾ സർഫസിലായിരിക്കും ചാർജസ്, ഉള്ളിൽ ചാർജസ് ഉണ്ടാവില്ല. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് പഠിക്കാൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അടുത്തത് ദർ ക്യാൻ ബി നോ നെറ്റ് ചാർജ് ഇൻ എ റീജിയൻ ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം അറ്റ് ഓൾ പോയിൻറ്റ്സ്. അതായത് yes, in between the plates of charged capacitor the electric field is uniform even though there is no net charge between the plates. അതായത് ചാർജ് രണ്ട് പ്ലേറ്റ്സുകളുടെ ഇടയിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ നെറ്റ് ചാർജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അപ്പോൾ അവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് ഉണ്ടാവില്ല, ക്യാൻസൽ ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് E ത്രൂ സർഫസ് ഡെൽറ്റ എസ് ഈസ് ഗിവൺ ബൈ E.S. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ വരിക? E.Δs. E എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ട് വോൾട്ട് ഇൻറ്റു മീറ്റർ എന്ന് പറയുമ്പം E/Δs. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ് ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ മീറ്റർ. ഓക്കെ,
ഇനി അടുത്തത് ഇമാജിൻ ദാറ്റ് എ ചാർജ് ക്യൂ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഹോളോ ക്യൂബ് അറ്റ് ഇസ് ഇലക്ട്രിക് ഫ്ലക്സ്. ചാർജ് ഒരു ഹോളോ ക്യൂബിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫ്ലക്സ് എന്നാണ് ചോദിക്കുന്നത്. ഒരു ക്യൂബിന് സിക്സ് സൈഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ സൈഡ് പറയുമ്പോൾ ക്യൂ ബൈ എപ്സിലോൺ 0, 1/6 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ ക്യൂ ബൈ 6 എപ്സിലോൺ 0 എന്ന് പറയാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗോസസ് ലോ ഇസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് നോ മാറ്റർ. Gauss's law implies that total electric flux through a closed surface is 0 if no charges is enclosed by the surface. അല്ലേ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നും ഇല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആകാം. ദിസ് ലോ യൂസ്ഫുൾ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വെൻ ദ സിസ്റ്റം ഡസ് നോട്ട് പൊസസ് എനി സിമെട്രി. എന്താണ് ദിസ് ലോ ഈസ് യൂസ്ഫുൾ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം വെൻ ദ സിസ്റ്റം ഡസ് നോട്ട് പൊസസ് എനി സിമെട്രി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസസ് സർഫസ് എന്ന് പറയുന്നത് നമുക്കൊരു സിമെട്രിക്കലായിട്ടുള്ളൊരു സർഫസ് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിലാണ് നമുക്ക് ഈ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഇൻ ദ ഫോം ഓഫ് ക്യൂബോ അല്ലെങ്കിൽ ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്റ്റാങ്കിൾ അങ്ങനെയൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് എന്താ പറയുക ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സിമെട്രിക്കലായിട്ടുള്ള ഇവിടെ മറ്റേ ഒരു ട്രൂ ഓർ ഫോൾസിൽ എന്താ പറഞ്ഞത്, സിമെട്രിക്കലായിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടെങ്കിലാണ് ഇനി സിമെട്രി പൊസസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗോസസ് തിയറം നമുക്ക് ഫോൾസ് ആണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. In uniform electric field, we know that the dipole experience no net force but experience a torque. ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ടോർക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷേ മറ്റു ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് സി. ഈ സിമെട്രിക്കൽ നോൺ സിമെട്രിക്കലിൻ്റെ കാര്യം ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട് കേട്ടോ. ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അതിനെപ്പറ്റി മാത്രം, അതായത് രണ്ട് കേസും ഒരേ കേസാണോ പറയണേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ഫ്രീ ചാർജ് നേരിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ഫ്രീ ചാർജസ് ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ചാർജ്. ദെൻ ക്വാണ്ടൈസേഷൻ റൂൾ വെച്ചിട്ട് ക്യൂ ഈക്വൽ ടു എൻ ഇ ആണ് അല്ലേ, നമുക്കറിയാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ഫോഴ്സ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റ് കൂളമ്പ് ന്യൂട്ടൺ പെർ കൂളം മീറ്റർ ന്യൂട്ടൺ. അതിൽ ആൻസർ വരുന്നത് അതെടുത്തിട്ടില്ല. ആൻസർ വരുന്നത് ക്യൂ ഈക്വൽ ടു എൻ ഇ. അതാണോ? ക്യൂ ഈക്വൽ ടു എൻ ഇ. ഓക്കെ, ക്യൂ ഈക്വൽ ടു എൻ ഇ. ആദ്യത്തെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൻ്റെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ക്യൂ ഈക്വൽ ടു എൻ ഇ ആണ്. രണ്ടാമത്തെ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഡി ആണ്, രണ്ടാമത്തെ എ ആണ്, മൂന്നാമത്തെ ബി ആണ്, നാലാമത്തെ സി ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തതിൽ നമ്മളോട് ഇലക്ട്രിക് ഫീൽഡ് എന്താ ചോദിച്ചിരിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 2 പോയിൻ്റ് ചാർജസ് Q1 ആൻഡ് Q2 ഓഫ് മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. റെസ്പെക്റ്റീവ്ലി ആർ പ്ലേസ്ഡ് 0.1 മീറ്റർ അപ്പാർട്ട്. 0.1 മീറ്റർ അപ്പാർട്ടിലാണ് അത് വെച്ചിരിക്കുന്നത്, Q1ഉം Q2ഉം വെച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ ബി സി എസ് ഷോൺ ഇൻ ദ ഫിഗർ. എയിലും ബിയിലും സിയിലുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. ദെയർഫോർ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഇ എസ് ഈക്വൽ ടു 1/4πε0ക്ക് പകരമാണ് 9 × 10⁻⁹ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 10⁻⁸ കുളമ്പാണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന പൊസിഷനിൽ ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, 0.05 ആണ് അല്ലേ. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ നടുവിലായതുകൊണ്ട് 0.05² എന്ന് കൊടുക്കാം. പ്ലസ് മൈനസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് 9 × 10⁻⁹ × 10⁻⁸ ഡിവൈഡഡ് ബൈ 9 × 10⁹ ഇൻറ്റു എ എന്ന് പറയുന്ന പൊസിഷനല്ലേ ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്ന പൊസിഷനിൽ ഈ എ കൊണ്ട് Q1 എന്ന് പറയുന്ന ചാർജ് കൊണ്ടുള്ള ഫീൽഡാണ് നമ്മൾ 9 × 10⁻⁹ 10⁻⁸ ബൈ 0.05² എന്ന് കൊടുത്തത്. പ്ലസ്
മൈനസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ എന്ത് വരും? 9 × 10⁻⁻8 ഡിവൈഡഡ് ബൈ 0.05 സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അത് രണ്ടും ആഡ് ചെയ്തു. Q1 Q2 എന്നുള്ളത് മൈനസ് സൈനാണ്. അപ്പോൾ Q2 എന്നുള്ളത് മൈനസ് ചാർജാണ്, ഓൾറെഡി മൈനസ് ചാർജാണ്. അതിൻ്റെ കൂടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ഡയറക്ഷനും കൂടി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് എന്തായി? പ്ലസ് ആയി. ഓക്കെ, ഇനി therefore EB is equal to 9 × 10⁻9 into 10⁻8 ഡിവൈഡ് 10⁻8 ബൈ പറ്റട്ടെ. ഈ പ്രോബ്ലത്തിലെ ആ മൈനസ് സൈനിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു സംശയമുണ്ട്. അത് ഞാൻ ഒന്ന് നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കുക. കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. വെൻ ടു കണ്ടക്ടേഴ്സ് ഷെയർ ദെയർ ചാർജസ് വാട്ട് ഹാപ്പൻസ് ടു ദെയർ ടോട്ടൽ എനർജി? അപ്പോൾ ടോട്ടൽ എനർജി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ എനർജി ഡിക്രീസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ എനർജി ഡിക്രീസസ്. 3 ചാർജസ് Q1 Q2 Q3 ആർ അറേഞ്ച്ഡ് ആസ് ഇൻ ദ ഫിഗർ. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. Q1 Q2 Q3 എന്നത്. ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദ ചാർജ് Q3 മേൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 R² ആണ്. 1/4πε0 Q1ന് പകരം 6 × 10⁻6 ഇൻറ്റു Q2ന് പകരം 2 × 10⁻6 -6 പിന്നെ ഡിവൈഡഡ് ബൈ 0.5 സ്ക്വയർ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 സ്ക്വയർ ആണ്. മൈനസ് 1/4πε0 4 × 10⁻6 പ്ലസ് 2 × 10⁻6 ഡിവൈഡഡ് ബൈ 0.05 സ്ക്വയർ. അതായത് 5 സെൻറ്റിമീറ്ററിനെ എന്തിലേക്ക് മാറ്റി? മീറ്ററിലേക്ക് മാറ്റി എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, ആൻസർ കിട്ടി. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദിസ് ഫോഴ്സ് ആക്ട്? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിക്കുന്നത്. ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? ടുവാർഡ്സ് Q2 എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കാണ് അത് ആക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അക്കോർഡിംഗ് ടു ഗോസസ് ലോ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് എത്രയാണ്? വൈ ഈസ് ഇറ്റ് സേഫ് ഇൻസൈഡ് ബസ്? ഇൻസൈഡ് ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് സേഫ് എന്ന് പറയാൻ കാരണം എന്താ? ബസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ കണ്ടക്ടറിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെറ്റൽ കാവിറ്റി, ബസ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ കാവിറ്റിയായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റേറ്റ് ഗോസസ് തിയറം പറഞ്ഞിട്ടുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഔട്ട്സൈഡ് ദ സെൽ ഇൻസൈഡ് ദ സെല്ല് ഒക്കെ നമുക്കറിയാം. സപ്പോസ് നമ്മളൊരു കേവ്, ഒരു ഗുഹയുടെ ഉള്ളിലാണെങ്കിൽ അതാണ് സേഫ് എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് തന്നെയാണ്. അടുത്തത് ഇൻ സിമെട്രിക് ചാർജ് കോൺഫിഗറേഷൻ ദ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ് യൂസിങ് ഗോസസ് ലോ. സിമെട്രിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസിൽ നമുക്ക് ഗോസസ് തിയറം പറയാം, അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സ്ഫെറിക്കൽ സർഫസ് ഇസ് ഗിവൺ ബൈ 1/4πε0 Q/R അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. obtain an expression for electric field at P due to a thin shell നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് a sphere of radius A is made insulating material that has charge distributed uniformly throughout its volume. Let the charge density be rho. Find the field due to R is less than A എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുക. ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഡെൻസിറ്റി ഒക്കെ വെച്ച് പറയുന്നത് കൊണ്ട് നമ്മൾ ഈ ഇൻ്റഗ്രൽ E ഡോട്ട് DS = Q/ε0. E ഇൻറ്റു DS പകരം 4πr² Qന് പകരം ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി നമുക്ക് എന്തെന്ന് എഴുതാം? Qന് പകരം എന്തെഴുതാം? 4/3 πr³ ഇൻറ്റു റോ എന്ന് എഴുതാം അല്ലേ, ബൈ ε0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു therefore E is equal to R rho by 3ε0 എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് അതായത് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി അല്ലേ. ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ചാർജ് ബൈ വോളിയം എന്ന് എഴുതാമല്ലോ. ദെർഫോർ ചാർജ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. അങ്ങനെയാണ് കേട്ടോ അത് 4/3 πr³ ഇൻറ്റു റോ എന്ന് വന്നത്. ഇനി ഹൗ മച്ച് ഗ്രേറ്റർ ഈസ് 1 കുളമ്പ് കമ്പയർഡ് ടു ഇലക്ട്രോണിക് ചാർജ്? ഒരു കുളമ്പ്
എത്ര എത്ര ഗ്രേറ്റർ ആണ് 1 മൈക്രോ കുളമ്പ് എത്ര ഗ്രേറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. 10⁻13 ടൈംസ് ഗ്രേറ്റർ ആണ് ഒരു ഇലക്ട്രോണിക് ചാർജിനേക്കാൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ചാർജ് എത്രയാണ് 1.6 × 10⁻19 ആണ്. അപ്പം 1 മൈക്രോൺ കുളമ്പ് എന്ന് പറയുമ്പോൾ അത് ചെയ്ത് നോക്കുക, അപ്പം നമുക്ക് കിട്ടും. അടുത്തത് a point charge of 2 microcoulomb is placed at the center of the cubic Gaussian surface of side 0.5 cm. What is the net flux? Flux phi is equal to q by epsilon 0 ആണ്, which is equal to 2.25 into അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഹൗ മച്ച് ഗ്രേറ്റർ ഇസ് 1 മൈക്രോ കുളമ്പ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒരു കുളമ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് q is equal to ne ആണെങ്കിൽ നമ്മളത് പഠിച്ചിട്ടില്ലേ, q is equal to ne ആണെങ്കിൽ ഫോർ 1 n is equal to 1 q is equal to e ആണ് അല്ലേ. അപ്പോൾ q is equal to e എന്ന് പറയുന്നത് 1.6 × 10⁻19 കുളമ്പാണ്. ദെർഫോർ 1 കുളമ്പ് എന്ന് പറയുന്നത് 1/1.6 × 10⁻19 ആണ്. 10⁻19 മുകളിലേക്ക് വരുമ്പോൾ 10⁻+19 ആവും. ഇൻറ്റു ഇത് മൈക്രോ ആണ്. മൈക്രോ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ എന്ന് പറയുന്നത് എന്താ? 10⁻6 ആണെന്ന് തോന്നുന്നു. അപ്പോൾ 19ഉം 10⁻6ഉം ചെയ്യുമ്പോൾ 10⁻13 എന്ന് വരും. അങ്ങനെയാണ് അത് കിട്ടുന്നത് കേട്ടോ. ഗോസസ് തിയറം ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമിൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആർ എലോങ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് നമുക്ക് അറിയുന്നതാണ്. അടുത്തത് ഒരു തിൻ സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ ബി ക്വസ്റ്റ്യൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഔട്ട്സൈഡ് ദ ഷെൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് ദ ഷെല്ല് പഠിക്കുക. ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് ചാർജ് ഓഫ് -16 മൈക്രോ കുളമ്പ്? ഒരു -16 മൈക്രോ കുളമ്പിൽ എത്ര ഇലക്ട്രിക് ചാർജസ് ഉണ്ടാകുന്നുണ്ടെന്ന്, അതായത് q = ne n ആണ് ചോദിക്കുന്നത്. അത് q = ne എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് കിട്ടും. അടുത്തത് ഇലക്ട്രിക് ഡൈപോള് ഉണ്ട്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷനാണ് ചോദിക്കുന്നത്. p = q × 2a എന്ന് പറഞ്ഞ ഇക്വേഷനാണ് വരുന്നത്. ഇവിടെ 2aക്ക് പകരം 6 കൊടുത്തു എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when an electric dipole is subjected to an uniform electric field what will happen? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്നാണ് അതിൽ നിന്ന് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ എയർ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഈ എയറിൽ വെച്ചിട്ടുണ്ട്. അത് റീഡ്രോ ദ ഫിഗർ ആൻഡ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് പി, ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻഡ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കാം. അത് റീഡ്രോ ദ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റീഡ്രോ ചെയ്യുന്നു. E = 1/4πε0. ഇത് എന്താണ്? ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ 1/4πε ഇക്വറ്റോറിയൽ ലൈൻ നമുക്ക് പഠിക്കാനില്ലല്ലോ ഫോക്കസ് ഏരിയയിൽ, അപ്പോൾ ആ പ്രോബ്ലം വരാൻ സാധ്യതയില്ല കേട്ടോ. അടുത്ത 2 spheres encloses charges as shown in the figure. Derive an expression for electric field intensity on the surface S2 എന്ന് പറയുന്ന സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാത്തത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓൺ ദ സർഫസ് സെയിം അല്ല എന്നാണ് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് S1 ആൻഡ് S2 എന്ന് ചോദിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 എന്ന് പറയുന്നത് φ1 = q/ε0 ആണ്. ഫ്ലക്സ് ത്രൂ S2 എന്ന് പറയുന്നത് φ2 = 3q/ε0 ആണ് അല്ലേ. S1ൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് q/ε0 ആണ്. S1ൻ്റെ ഉള്ളിൽ q ഉള്ളൂ. S2ൻ്റെ ഉള്ളിൽ qവും 2q ഉണ്ട്. അപ്പോൾ 3q എന്ന് വരും അല്ലേ. അപ്പം q1/q2 എന്ന് പറയുന്നത് 1:3 ആണ്. വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് SI യൂണിറ്റ് കൂളം മീറ്റർ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. കുളംസ് ലോ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് കുളംസ് ലോ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ F = കുളംസ് ലോയുടെ ഫോഴ്സ് F = 1/4πε0. Q എന്ന് പറയുന്നത് n എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Q1 Q2 പകരം q × q ചെയ്തു. അപ്പോൾ n × E² /r² എന്ന് വന്നു.
ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ഇക്വറ്റോറിയൽ പോയിൻറ്റും ആക്സിയൽ പോയിൻറ്റും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1/4πε0 p/r² r³ 2p/r³ 1:2 വന്നു. ക്ലോസ്ഡ് സർഫസ് ആൻഡ് ക്ലോസസ് ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ് 0 ആണ്. ഇലക്ട്രിക് ഡൈപോൾ അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഫ്ലക്സ് പുറത്തേക്ക് പോകുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. സ്ഫെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് r ഈസ് യൂണിഫോംലി ചാർജ്ഡ് ഔട്ട്സൈഡ് ദ ഷെൽ ഇൻസൈഡ് ദ ഷെല്ലൊക്കെയാണ് ചോദിക്കുന്നത്. ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ചാർജ്ഡ് കണ്ടക്ടർ. ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നെയിം ദ തിയറം യൂസ്ഡ് ടു ഫൈൻഡ് ഗോസസ് തിയറം ആണ്. അടുത്തത് ഡിറൈവ് ദ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വയർ കണ്ടുപിടിക്കുക. ഇതിൽ പ്രോബ്ലംസ് നമ്മൾ ഒരുവിധം പ്രോബ്ലംസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് അയച്ചു തന്നിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും NCERT പ്രോബ്ലംസും ആണ്. അതിൽ 1-2 ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുണ്ട്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ.